കേരളത്തിന്റെ ചരിത്രത്തെ വല്ലാത്തൊരു അന്തരീക്ഷത്തിലേക്ക് കൊണ്ടുപോകുമായിരുന്ന ഒരു ഘട്ടമാണ് 1969-ലുണ്ടായ മലപ്പുറം ജില്ലാ രൂപീകരണം. മലപ്പുറം ജില്ല രൂപീകരിക്കുന്ന ഘട്ടത്തിൽ മലപ്പുറം ജില്ലയ്ക്കെതിരായ വലിയ പ്രതിഷേധം ഉയർന്നു വന്നു. ആ പ്രതിഷേധത്തിന്റെ നേതൃത്വം ഒരു ഭാഗത്ത് ജനസംഘമായി. ഒരുപക്ഷെ അവിശ്വസനീയമായി തോന്നാം, ശ്രീ കേളപ്പൻ അന്ന് ജനസംഘത്തോടൊപ്പം ചേർന്നു എന്ന് തോന്നിപ്പിക്കും വിധം ആ സമരത്തിന്റെ മുന്നിൽ നിന്നു. അദ്ദേഹമാണ് ആദ്യമായി മാപ്പിളസ്ഥാൻ എന്നൊരു വാക്ക് ഉപയോഗിച്ചു. AKG അന്ന് കേളപ്പൻ ഒരു കത്തയക്കുന്നുണ്ട്. ആ കത്തിൽ അദ്ദേഹം പറയുന്നു, നിങ്ങൾ എന്തുകൊണ്ട് ഇന്ത്യയിൽ ഹിന്ദുക്കൾ ഭൂരിപക്ഷമായ ജില്ലകളെ ഹിന്ദുസ്ഥാൻ എന്ന് വിളിക്കുന്നില്ല? നിങ്ങൾ എന്തുകൊണ്ട് ഇന്ത്യയിൽ ക്രിസ്ത്യാനികൾ ഭൂരിപക്ഷമായ ജില്ലയെ ക്രിസ്ത്യാനിസ്ഥാൻ എന്ന് വിളിക്കുന്നില്ല? നിങ്ങൾ എന്തുകൊണ്ട് മലപ്പുറത്തെ മാപ്പിളസ്ഥാൻ എന്ന് വിളിക്കുന്നു? അങ്ങയുടെ ആരാധകനായി, ശിഷ്യനായി, കുഞ്ഞനിയനായി ഇത്രകാലം നിന്നതിൽ ഞാൻ ലജ്ജിക്കുന്നു എന്ന് കേളപ്പനോട് AKG പറയുന്നുണ്ട്. പക്ഷേ നിർഭാഗ്യകരമായ മറ്റൊരു വസ്തുത, അന്ന് കോൺഗ്രസും ആ നിലപാട് സ്വീകരിച്ചു വന്നതാണ്. കോൺഗ്രസും മലപ്പുറം ജില്ല രൂപീകരിക്കാൻ പാടില്ല എന്ന നിലപാട് സ്വീകരിക്കുകയും മൺമറഞ്ഞു പോയ ബഹുമാന്യനായ ശ്രീ ആര്യാടൻ മുഹമ്മദിന്റെ നേതൃത്വത്തിൽ മലപ്പുറം ജില്ലാ വിരുദ്ധ ജാഥ തന്നെ അന്ന് സംഘടിപ്പിക്കുകയും ചെയ്തു. അതൊരു പക്ഷേ മതപരമായ ഒരു സ്പർദ്ധയായി, ശത്രുതയായി ആളിപ്പടരുമായിരുന്ന ഒരു അന്തരീക്ഷം ഉണ്ടായിട്ടും കോൺഗ്രസ് ഉൾപ്പെടെ നിർഭാഗ്യകരമായ ഒരു നിലപാട് സ്വീകരിച്ചിട്ടും കേരളം ആ അപകടത്തിലേക്ക് വീണുപോയില്ല. കേരളം നവോത്ഥാനത്തിന്റെയും സാമൂഹ്യ പരിഷ്കരണത്തിന്റെയും മഹത്തായ മൂല്യങ്ങളെ ഉയർത്തിപ്പിടിച്ചു നിന്നു എന്നതാണ്.